സാധാരണയായി പണ്ടൊക്കെ 50 വയസ്സ് കഴിഞ്ഞാൽ അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ആയിരുന്നു മുട്ടുവേദന കൂടുതൽ വരാറുള്ളത് അല്ലേ. എല്ല് തേയ്മാനം, മുട്ടിൻ്റെ തേയ്മാനമൊക്കെ വരാറുള്ളത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജീവിത സ്റ്റൈല് കൊണ്ടും അതുപോലെ തന്നെ ഭക്ഷണ രീതി കൊണ്ടും അമിതവണ്ണം ഒക്കെ നമുക്കിപ്പോൾ ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാർ വരെ നമുക്ക് മുട്ടുവേദനയായിട്ട് വരുന്നു. നമ്മൾ നോക്കുമ്പോഴായിരിക്കും തേയ്മാനത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുട്ടുവേദനയെ കുറിച്ചാണ്. പ്രത്യേകിച്ച് മുട്ടിനുണ്ടാകുന്ന തേയ്മാനം, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കുറിച്ചാണ്. സാധാരണയായിട്ട് ആർത്രൈറ്റിസ്, അതായത് സന്ധികൾ ഉണ്ടാകുന്ന വേദന, നീർക്കെട്ട്, ചുവപ്പ് എന്നിവയൊക്കെ നമ്മൾ പൊതുവെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. അതായത് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രായം കൊണ്ട്, അതുപോലെ നമുക്ക് നമ്മുടെ വെയർ ആൻഡ് ടിയർ കൊണ്ട് കുറച്ച് ക്ഷതങ്ങളൊക്കെ ഏറ്റിട്ട് അങ്ങനെ വരുന്ന നമുക്ക് ജോയിന്റിന് വരുന്ന തേയ്മാനം കൊണ്ടൊക്കെ വരുന്നതാണ് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്. ആ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് വരുന്നതാണ് നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് എല്ല് തേയ്മാനമൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോയിന്റിനകത്ത് പിന്നെന്താ പറയുക, ഒരു ഇൻഫ്ലമേഷനൊക്കെ വന്നിട്ട് വരുന്നതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അതായത് നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് നമ്മൾ ആമവാദം എന്നൊക്കെ പറയാറില്ലേ അത്. അതുപോലെ നമ്മുടെ യൂറിക് ആസിഡ് കൂടിയിട്ട് വരുന്ന ആർത്രൈറ്റിസ്, ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയും. ഇതൊക്കെ നമുക്കൊരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്. നമുക്ക് ഇനി ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കുറിച്ച് നോക്കാം. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് മുട്ടിലാണ് ഏറ്റവും തേയ്മാനം നമുക്ക് കൂടുതലായിട്ട് കാണാം. അതുകൊണ്ട് മുട്ടുവേദനയുടെ ഒരു 80% കാരണം ഇന്നത്തത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തന്നെയാണ്. അതിൻ്റെ ഒരു വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ. നമുക്ക് എന്താ പറയുക, നടക്കാൻ സമയമില്ല, എക്സസൈസ് ചെയ്യാൻ സമയമില്ല, അമിതവണ്ണം, ഇതൊക്കെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ മുട്ടുവേദന കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ മുട്ട്, അതായത് നീ ജോയിന്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. ഒരുപാട് ജോയിന്റ്സ്, അതേപോലെ നമ്മുടെ നീ ജോയിന്റിനകത്ത് എന്താ വരുന്നത്, നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് മുകൾ ഭാഗത്ത് നമുക്കൊരു നമ്മുടെ തൊടയിലിൻ്റെ അവസാന ഭാഗം വരുന്നുണ്ട്. താഴെ കാലിലെ എല്ല്, ടിബിയ എന്ന് പറയുന്ന എല്ല്, അതിൻ്റെ ഫ്രണ്ടിനകത്ത് നമുക്ക് പിക്ചർ നോക്കിയാൽ അറിയാം മുകളിലൊരു ചിരട്ട എന്ന് പറയുന്ന പാറ്റല്ല എന്ന് പറയുന്ന ഒരു ബോണും കാണുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ലിഗമെന്റ്സും കാർട്ടിലേജ് എല്ലാം കൂടി, സൈനോവിയൽ ജോയിന്റ് എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് നമ്മുടെ നീ ജോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ വെയിറ്റ് ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്തത് നമ്മുടെ ആ നീ ജോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ അമിതവണ്ണമുള്ളവർക്ക് പെട്ടെന്ന് തേയ്മാനം വരാം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാം. പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് തേയ്മാനം എന്ന് പറഞ്ഞാൽ എല്ലാണോ ഡോക്ടറെ തേഞ്ഞു പോകുന്നത് എന്ന് പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. നമുക്കറിയാം നമുക്ക് ഈ രണ്ട് ജോയിന്റ്, അതായത് നമ്മളെ തൊടയിലെ എല്ലായ ഫീമർ എന്ന് പറയും, ടിബിയ, അത് രണ്ടും കൂടി നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ കാണാം. അതിന്റെ രണ്ടും ഒരു ക്യാപ്പ് പോലെ നമുക്ക് ആർട്ടിക്കുലർ കാർട്ടിലേജ് ഉണ്ട്. അതായത് തരുണാസ്ഥി എന്ന് പറയും, അത് ഉണ്ട്. ആ തരുണാസ്ഥിക്കാണ് നമ്മൾ, അതായത് ആ കാർട്ടിലേജിനാണ് തേയ്മാനം വരുന്നത്. അതാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ്. ആ കാർട്ടിലേജ് തേഞ്ഞു പോയിട്ട് നമ്മളെ എല്ലുകൾ തമ്മിൽ ഒരസും, അതുപോലെ തന്നെ നമുക്കറിയാം ആ രണ്ട് ജോയിന്റിന് ഇടയ്ക്കുള്ള സ്പേസ് കുറയും. അതുപോലെ തന്നെ അവിടെയുള്ള നെർവ് എൻഡിക്സിലൊക്കെ ടച്ച് ചെയ്ത് പ്രഷർ ചെയ്യുന്നതുകൊണ്ടാണ് വേദനയും കാര്യങ്ങളും, നീരും സ്വെല്ലിംഗ് ഒക്കെ വരുന്നത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നമുക്കൊരു ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആർത്രൈറ്റിസ് ആണ് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അതായത് നമുക്കൊരു 50 വയസ്സിനൊക്കെ കഴിയുമ്പോൾ നോർമലി വരുന്ന ആർത്രൈറ്റിസ്. അത് ചിലപ്പം ഈ ഒബിസിറ്റി ഉള്ളവർക്ക്, അമിതവണ്ണമുള്ളവർക്കൊക്കെ കുറച്ചും കൂടി നേരത്തെ വരാം. അപ്പം അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കാരണം എന്ന് എടുത്ത് പറയാതെ വരുന്നതാണ് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ആക്സിഡന്റിന് ശേഷം, നമുക്ക് മുട്ടിനൊക്കെ ഒരു ആക്സിഡന്റിന് ശേഷം വരാം. അതേപോലെ നമ്മുടെ ഫുട്ബോളൊക്കെ കളിച്ച് എന്തെങ്കിലും ഇഞ്ചുറി വന്നതിന് ശേഷം നമുക്ക് മുട്ടിന് പ്രയാസം വരാം. അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ് മെനപ്പോസൽ, നമുക്കറിയാം അർത്ഥവിരാമത്തിന് ശേഷം നമുക്ക് മുട്ടിന് പ്രയാസങ്ങൾ വരാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മെറ്റബോളിക് ഡിസീസിനൊക്കെ ശേഷം നമുക്ക് മുട്ടിന് ഇതേപോലെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ അതിനെ സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ മുട്ട് തേയ്മാനത്തിന്റെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഏറ്റവും കാരണം നമ്മൾ പറഞ്ഞു ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. രണ്ടാമതായിട്ട് മെയിനായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലും ഇഞ്ചുറീസ്, ആക്സിഡൻസ് ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മുട്ടിന് സംഭവിക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, നമുക്ക് യങ്സ്റ്റേഴ്സിലൊക്കെ സ്പോർട്സ് ഇഞ്ചുറി ഒക്കെ ആയിട്ട് മുട്ടിന് പ്രയാസങ്ങൾ വന്നിട്ട് അങ്ങനെ റിക്കറൻ്റ് ആയിട്ട് അങ്ങനെ വരുമ്പോൾ അതൊരു തേയ്മാനത്തിലേക്ക് പോകാം.
അതുപോലെ തന്നെ നമുക്കറിയാം പോസ്റ്റ് മെനപ്പോസലായിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിൽ കാൽസ്യത്തിൻ്റെ ഒക്കെ ഒരു ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ നമുക്ക് ഇതേപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാം. നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണെന്ന് നോക്കാം. നമുക്കറിയാം ഒരുപാട് പേഷ്യൻസ് നമ്മളോട് വന്ന് പറയുന്ന ലക്ഷണമാണ്, ഡോക്ടറെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുട്ടിന് കാല് നിലത്ത് കുത്താൻ വയ്യ, ഭയങ്കര വേദനയാണ്, നീരുണ്ട്. നമുക്ക് കുറച്ചൊക്കെ ജോലി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആ വേദന കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത്. ഒരു 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിന് കുറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പൊതുവെ അധിക പേരും പറയുന്ന ഒരു പ്രധാന ലക്ഷണം. പിന്നെ ഇത് കൂടുന്നതനുസരിച്ച് നമുക്ക് മുട്ടിൽ നീര് വരാം, അതുപോലെ തന്നെ ചുവപ്പ് നിറം കാണിക്കാം, നമുക്ക് തീരെ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് പൊതുവെ കാണിക്കാറ്. നമുക്ക് ഈ തേയ്മാനത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് നമുക്ക് ഗ്രേഡ് ചെയ്യാം. അതായത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്നിങ്ങനെയാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ മുട്ടിൻ്റെ എല്ല് തേയ്മാനത്തിനെ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, എക്സ്റേയിലൊന്നും നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും കാണാൻ പറ്റില്ല. ചെറിയ രീതിയിലുള്ള ഒരു പെയിനൊക്കെ ആയിരിക്കും അതിൽ കാണപ്പെടുക. നമുക്കതിൽ എക്സസൈസും നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും അതേപോലെ റെസ്റ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഒരു മരുന്നും ഇല്ലാതെ നമുക്ക് മാറാവുന്നതാണ്. ഇനി നമുക്ക് ഗ്രേഡ് 2, അതായത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആർട്ടിക്കുലർ കാർട്ടിലേജിന് തേയ്മാനം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് എക്സ്റേയിലൊക്കെ ആ ഒരു സ്പേസ് തേഞ്ഞു പോയിട്ട്, നമ്മുടെ തരുണാസ്ഥി തേഞ്ഞു പോയിട്ട് ഒരു സ്പേസ് കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. വേദന, ചെറിയ നീരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു മൂന്നാമത്തെ സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് ആർട്ടിക്കുലർ കാർട്ടിലേജിന് തേയ്മാനം വന്നിട്ടുണ്ടാവും, ജോയിന്റ് സ്പേസ് ഒക്കെ നന്നായിട്ട് നാരോ ആയിട്ടുണ്ടാവും, നന്നായിട്ട് നീരുണ്ടാവും, അതേപോലെ വേദന ഉണ്ടാവും, സ്വെല്ലിങ്, ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ കാണാം ഒരു മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോൾ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് എക്സസൈസ് നിർബന്ധമാണ്, അതേപോലെ മെഡിസിൻ നമുക്ക് വേണം, അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറാൻ പാടില്ല, ഈ രീതിയിലുള്ള ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ ഗ്രേഡ് 3യിലും കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഒരു ഗ്രേഡ് 4ലേക്ക് പോകും. ഗ്രേഡ് 4 ഒക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ സിവിയർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. ആർട്ടിക്കുലർ കാർട്ടിലേജ് ഓൾമോസ്റ്റ് തേയ്മാനൊക്കെ വന്നിട്ടുണ്ടാവും, നല്ല നീരും, പേഷ്യൻ്റ് തീരെ നടക്കാൻ ഒന്നും പറ്റില്ല. ഇങ്ങനെയുള്ള സ്റ്റേജ് ഒക്കെ ആകുമ്പോഴാണ് നമ്മളൊരു മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതേപോലെ നീ റീപ്ലേസ്മെന്റ് സർജറിയിലേക്കൊക്കെ പോകേണ്ട ഒരു സ്റ്റേജ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് സ്റ്റെപ്പ് കയറുക, അതേപോലെ നമുക്ക് ഈ തേയ്മാനം കൂടിയ സമയത്ത് നമുക്ക് ഒരു സൗണ്ട് കേൾക്കാം മുട്ടിനകത്ത്, ഒരു പൊട്ടുന്ന ചെറിയൊരു സൗണ്ട്. അപ്പോൾ ആ ഒരു ക്രെപ്പിറ്റസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ചെറിയ ഒരു സൗണ്ട് ഉള്ളിൽ ജോയിന്റ് സ്പേസിനകത്ത് നമുക്കൊരു സൗണ്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഈ രീതിയിൽ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നവർ നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റേ തന്നെയാണ്. നമുക്ക് മുട്ടിനാണെങ്കിലും മുട്ടിൻ്റെ ഒരു എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ജോയിന്റ് സ്പേസ് കുറഞ്ഞത് കാണാം, അതേപോലെ നമുക്ക് എല്ലിൻ്റെ ഒരു ഓസ്റ്റിയോഫൈറ്റ്സ് ഫോർമേഷൻ കാണാൻ പറ്റും, അതേപോലെ തന്നെ ആർട്ടിക്കുലർ കാർട്ടിലേജിൻ്റെ ഒക്കെ തേയ്മാനം നല്ല രീതിയിൽ നമുക്ക് എക്സ്റേ വഴി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ക്ലിനിക്കൽ സിംറ്റംസ് ആണ്. പേഷ്യൻറ്റിൻ്റെ ആ ലക്ഷണങ്ങൾക്കനുസരിച്ചും നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാം. ഈ ചില കോംപ്ലിക്കേറ്റഡ് കേസസിലൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടണമെങ്കിൽ നമുക്കൊരു MRI മുട്ടിൻ്റെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ലിഗമെൻസിനും, ഏത് ലിഗമെൻസിനാണ് ബുദ്ധിമുട്ട്, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അസസ് ചെയ്തിട്ട് നമുക്കൊരു ഡയഗ്നോസിസിലേക്ക് പോകാൻ പറ്റും. ഇനി നമുക്ക് മുട്ടുവേദന ഉള്ളവർ അഥവാ തേയ്മാനമുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് മുട്ടുവേദന ഇത്രയും കൂടാൻ വേണ്ടി കാരണം. അതായത് നമ്മൾ എന്താ പറയുക, നമുക്ക് തൊട്ടടുത്തൊരു കടയിലേക്ക് പോകുമ്പോൾ പോലും നമ്മൾ സ്കൂട്ടി എടുക്കുക, ബൈക്ക് എടുത്തിട്ട് പോകുന്ന ഒരു ടെൻഡൻസിയാണ് ഇപ്പോൾ, അല്ലേ? പണ്ടൊക്കെ നമ്മൾ കുറച്ച് നടക്കുമായിരുന്നു, അമ്പലത്തിലേക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നടന്നു പോവുക, പള്ളിയിലേക്ക് നടന്നു പോവുക, അങ്ങനെ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ നമ്മളത് വളരെ കുറഞ്ഞു. അതായത് ഫിസിക്കൽ എക്സസൈസ് നമുക്ക് തീരെയില്ല. അത് തന്നെയാണ് മുട്ട് തേയ്മാനം, ഇല തേയ്മാനം കോമൺ ആയിട്ട് ഇന്നിപ്പോൾ അത്രയും ഏജ് നേരത്തെ തന്നെ വരുന്നത്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഒബീസിറ്റിയാണ്, അതായത് അമിതവണ്ണം. നമുക്കറിയാം നമ്മുടെ മുട്ടാണ് നമ്മുടെ വെയിറ്റ് ഫുള്ള് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വണ്ണം കൂടുമ്പോൾ നമ്മുടെ മുട്ടിനകത്ത് ഇതേപോലെ വരുന്ന തേയ്മാനം കൂടും. നമുക്കറിയാം മുട്ടിനകത്ത് നമുക്കൊരു സൈനോവിയൽ കാവിറ്റി ഉണ്ട്. അതുപോലെ അതിനകത്ത് സൈനോവിയൽ ഫ്ലൂയിഡ് ആണ്, അതൊരു ഷോക്ക് അബ്സോർബർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിന് താങ്ങാവുന്ന പരിധിയിൽ കൂടുതലാവും, അങ്ങനെ നമുക്ക് എല്ല് തേയ്മാനം വരികയും കൂടി ചെയ്യും. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മുടെ വെയിറ്റ് പരമാവധി കുറയ്ക്കുക, ഡെയിലി നമ്മൾ കുറച്ചൊക്കെ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അരമണിക്കൂറെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു തേയ്മാനം വരാതെ നല്ല രീതിയിൽ നമുക്ക് നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. നമുക്കിനി എന്തൊക്കെ തേയ്മാനമുള്ളവർ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത്, നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിനകത്ത് മഞ്ഞളിനകത്ത് നമുക്കറിയാം കുർക്കുമിൻ എന്നുള്ള സാധനമുണ്ട്. എന്താ പറയുക,
ആൽക്കലോയിഡ് ഉണ്ട്. അത് നമുക്ക് നാച്ചുറൽ പെയിൻ കില്ലർ ആണ്. അത് നമുക്ക് വേദന കുറയ്ക്കും. അപ്പോൾ മഞ്ഞളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു 1/2 ഗ്ലാസ് പാലിൽ ഒരു നുള്ള മഞ്ഞളിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലുള്ള ചെറിയ മീനുകൾ, മത്തി, അയില, വെത്തൽ പോലുള്ള ചെറിയ മീനുകളൊക്കെ കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബദാം, വാൾനട്ട്, ഇതൊക്കെ നമുക്ക് മുട്ട് തേയ്മാനം ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് വേദനയും നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള നമുക്ക് വെളുത്തുള്ളി നല്ലതാണ്. അതേപോലെ ഇഞ്ചി, ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ടുവേദന അഥവാ എല്ല് തേയ്മാനമുള്ളവർ നമ്മൾ എക്സസൈസ് വളരെ നിർബന്ധമാണ്. ഒരു 1/2 മണിക്കൂറെങ്കിലും നിരപ്പായ സ്ഥലത്തിലൂടെ അവർ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ മുട്ടു തേയ്മാനമുള്ളവർ സിമ്പിൾ ആയിട്ടുള്ള എയറോബിക് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. അതായത് ഒരു 1/2 മണിക്കൂർ നിരപ്പായ നിലത്തിലൂടെയൊക്കെ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറുന്നതാണ് ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വേദന കൂട്ടുന്നതും അതുപോലെ ചെയ്യാൻ പാടില്ലാത്തതും. അപ്പോൾ അവർ നിരപ്പായ നിരത്തിലൂടെ നടക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. സ്റ്റെപ്പ് കയറുന്ന ജോലികളൊക്കെ അവർ പരമാവധി ഒഴിവാക്കുക. മുട്ടു തേയ്മാനത്തിന് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് വരെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് നമുക്കറിയാം അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും, അവർക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് എന്നൊക്കെ നല്ല രീതിയിൽ വിശദമായി നമ്മൾ ചോദിച്ചറിഞ്ഞ് പഠിച്ചതിന് ശേഷം ഹോമിയോപ്പതിക് റെപ്പട്രൈസേഷൻ എന്ന പ്രോസസ്സിലൂടെ നമ്മൾ മെഡിസിൻ കണ്ടെത്തി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റും അതോടൊപ്പം തന്നെ അവർക്ക് വേദന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നീര് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മെഡിസിൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു പെയിൻ കില്ലറും ഇല്ലാതെ വേദനയൊക്കെ വളരെ രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക, സിമ്പിളായിട്ടുള്ള എക്സസൈസ് വേണം. അതുപോലെ തന്നെ മുട്ടിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുകയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിയും കുറച്ച് എക്സസൈസും കൂടി ആവശ്യമാണ്. അപ്പോൾ ഈ മുട്ടുവേദനയുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് അമ്മമാർ ഉണ്ട്, അതേപോലെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.